UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും. കോൺഗ്രസ് ഭരണമുള്ള തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് ഇത് സംബന്ധിച്ച് KPCC സർക്കുലർ നൽകും. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണയ്ക്കില്ല എന്ന് INTUC സംസ്ഥാന നേതൃത്വം ആവർത്തിച്ചു. സമരത്തെ കോൺഗ്രസിന് പിന്തുണയ്ക്കാനാകുമെന്നാൽ INTUCക്ക് കഴിയില്ല എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന്റെ വാദം. UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ബജറ്റിലൂടെ ആശാ വർക്കേഴ്സിന് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. കുറഞ്ഞത് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ കമ്മിറ്റി കൂടിയാകും നയപരമായ തീരുമാനമെടുക്കുക. കൊല്ലം തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതിനായി പണം അനുവദിച്ചു. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തെ INTUC വീണ്ടും തള്ളി. എന്നിട്ട് SUCIയുടെ ബോർഡ് വെച്ച് കറുപ്പും ചുമപ്പും അക്ഷരമുള്ള ബോർഡ്, ഓരോ സംഘടനയ്ക്കും അവരുടെ സിമ്പലുണ്ട്, അവരുടെ ഫ്ലാഗ് ഉണ്ട്, അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്, അവരുടെ നടപടിക്രമങ്ങളുണ്ട്. അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ബോർഡ് വെച്ച് സമരം ചെയ്യുന്നിടത്ത് INTUC പോലുള്ള സംഘടന വഴിയാധാരമായി അങ്ങ് കയറി ചെല്ലണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആശാ സമരം നടത്തുന്ന ട്രേഡ് യൂണിയൻ SUCIയുടേതല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ്. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റ് പടിക്കലെ ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 44-ാം ദിവസവും നിരാഹാര സമരം 6-ാം ദിവസവുമാണ്. 24 തിരുവനന്തപുരം.